950ഓളം ഖതുമുകളും 20 ലക്ഷത്തിലേറെ തെഹ്ലീലുകളും. അവിടെയാണ് ഫരീദ് ഉസ്താദിന്റെ ജീവിതം നമ്മെ അത്ഭുതപ്പെടുത്തുന്നത്. ശൈഖുനയുടെ 17ാമത് ആണ്ട് നേർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ക്രാന്തദർശിയായ മഹാമനീഷിയുടെ ശിഷ്യഗണങ്ങൾ ഇത്രത്തോളം ഖത്തുമുകളും തഹ്ലീലുകളും അനുബന്ധ കർമ്മങ്ങളും ചെയ്തു വെക്കണമെങ്കിൽ ശൈഖുനയുടെ ജീവിതം അത്രത്തോളം വിസ്മയമായിരുന്നു. പഴയകാല പ്രമുഖ പ്രഭാഷകൻ മർഹൂം മുഹമ്മദ് മുസ്ലിയാരുടെയും കുഞ്ഞാത്തു ഹജ്ജുമയുടെയും മകനായി 1941 ജനുവരി 22-നാണ് ഷെയ്ഖുനയുടെ ജനനം. ഉസ്താദിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം പിതാവിൽ നിന്നും CH ഹൈദ്രോസ് മുസ്ലിയാരിൽ നിന്നുമായിരുന്നു. പിന്നീട് ഉസ്താദുൽ അസാത്തീദ് OK സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാരുടെ അടുക്കൽ നിന്നായിരുന്നു ഉപരിപഠനത്തിന് ബാക്കിയാത്തു സാലിഹാത്തിലേക്ക് പോയത്. പലയോര പച്ചപ്പിൽ കുളിർത്ത വേങ്ങര ഊരകത്തായിരുന്നു ഷെയ്ഖുന ആദ്യമായി ദർസ് ആരംഭിച്ചത്. പിന്നീട് കളരാന്തിരിയിലും ചരിത്രമുറങ്ങുന്ന കൊടിഞ്ഞി, ആലത്തൂർപടി, കരുവാരുണ്ട് എന്നിവിടങ്ങളിലും ഷെയ്ഖുന ദർസ് നടത്തി. CM വലിയുന്നാന്റെ കാലശേഷമാണ് ഷെയ്ഖുന മടവൂരിലും ദർസ് നടത്തുന്നത്. അതെ, നിങ്ങളിവിടെ വരും, ദർസ് നടത്തും. CM വലിയുള്ളാന്റെ ഹയാത്ത് കാലത്ത് ശൈഖുനോട് നേരിട്ട് പറഞ്ഞ സംഭവം പിന്നീട് അതാണ് ഇവിടെ യാഥാർത്ഥ്യമായത്. ശേഷം ചെമ്മാട് പള്ളിയുടെ ഓരം ചേർന്ന് മർക്കസുൽ ഉലമ എന്ന ജ്ഞാനഗോപുരം പരിലസിച്ചു. 40 കൊല്ലത്തോളം ദർസ് നടത്തിയ ഷെയ്ഖുനയെ ഒരുപാട് സ്ഥാനമാനങ്ങൾ തേടിയെത്തിയിട്ടുണ്ട്. സമസ്ത കേന്ദ്ര മുഷാവറയിലേക്ക് ശൈഖുന ശംസുൽ ഉലമ ബഹുമാനപ്പെട്ട ഫരീദ് ഉസ്താദിനെ നേരിട്ട് ക്ഷണിക്കുകയും മാത്രമല്ല ശൈഖുന ശംസുൽ ഉലമ സ്മാരക പ്രഥമ മികച്ച മുദരിസിനുള്ള അവാർഡും ശൈഖുനയെ തേടിയെത്തിയിട്ടുണ്ട്. 2009 സഫർ മാസത്തിലെ അവസാനത്തിലായിരുന്നു ഷെയ്ഖുനയുടെ വിയോഗമെങ്കിലും 60ഓളം വരുന്ന മർക്കസുൽ ഉലമ ദർസുകളിലൂടെ ഷെയ്ഖുന ഇന്നും നമ്മളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു.